സോ അതുകൊണ്ടാണ് എൻകാൻറ്റോ എന്ന മൂവിയിലെ പെപ്പയ്ക്ക് റെഡിഷ് ഹെയർ വന്നത്. ലോകത്തിൽ തന്നെ 1-2% ആൾക്കാർക്ക് മാത്രമാണ് ഈ റെഡിഷ് ഹെയർ ഉള്ളത്. ഇനി എൻകാൻറ്റോ മൂവിയിലെ മാഡ്രിഗൽ ഫാമിലി എടുത്താലോ, അവിടെ പെപ്പ ഒഴിച്ച് ബാക്കി എല്ലാവർക്കും ബ്ലാക്ക് ഹെയർ ആണ്, പെപ്പയ്ക്ക് മാത്രം റെഡും. ഇതിലെന്തോ വശപ്പശകില്ലെന്നൊക്കെ നമുക്ക് തോന്നിയാലും ഇതിൻ്റെ റീസൺ തികച്ചും ജനറ്റിക്കലാണ്. എച്ച് ജീനാണ് ഹെയർ കളറിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ളത്. ഇതിൽ തന്നെ പല വേരിയൻസ് ആണുള്ളത്. ക്യാപിറ്റൽ എച്ച് ഡാർക്ക് കളർഡ് ഹെയറിനും സ്മോൾ എച്ച് റെഡിഷ് കളർഡ് ഹെയറിനുമാണ് കോഡ് ചെയ്യുന്നത്. സ്മോൾ എച്ച് ആണെങ്കിൽ റെസസീവ് ജീനാണ്. അതായത് സ്മോൾ എച്ച് എന്ന ജീൻ അഥവാ റെഡിഷ് കളർഡ് ഹെയർ എന്ന ക്വാളിറ്റി അടുത്ത ജനറേഷനിലേക്ക് എക്സ്പ്രസ്ഡ് ആവണമെങ്കിൽ പേരൻസിൽ 2 പേർക്കും ഈ സ്മോൾ എച്ച് എന്ന് പറയുന്ന ജീൻ ഉണ്ടായിരിക്കും. നമ്മുടെ ബോഡിയിൽ മെലനോസൈറ്റ്സ് എന്ന് പറയുന്ന സെൽസ് ആണ് മെലാനിൻ സെക്രീഷൻ നടത്തുന്നത്. ഇതിൽ തന്നെ 2 ടൈപ്പ് മെലാനിൻ ഉണ്ട്, ഫയോമെലാനിനും യുമെലാനിനും. ഇതിൽ ഫയോമെലാനിൻ എന്ന് പറയുന്ന പിഗ്മെൻ്റ് ആണ് മുടിക്കും മറ്റും റെഡിഷ് കളർ കൊടുക്കുന്നത്. ലോകസുന്ദരിയായ ക്ലിയോപാട്രയുടെ ഫോട്ടോ കണ്ടിട്ടില്ലേ? പുള്ളിക്കാരത്തേക്കും ഈ പറഞ്ഞ പോലുള്ള റെഡിഷ് കളർഡ് ഹെയർ ആണുള്ളത്. മേ ബി അവരുടെ കുടുംബത്തിലും ഈ പറഞ്ഞ എച്ച് ജീനായിരിക്കാം അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്തിട്ടുണ്ടാവുക. അല്ല, ക്ലിയോപാട്രയ്ക്ക് എന്താ ഈ തറവാട്ടിക്കാര്യം? കമ്മിങ് ബാക്ക് ടു ദ ടോപ്പിക്, ഒരാളുടെ ജനറ്റിക് കോമ്പിനേഷൻ എന്ന് പറയുന്നത് ക്യാപിറ്റൽ എച്ച് സ്മോൾ എച്ച് എന്ന രീതിയിലാണെങ്കിൽ അവരുടെ മുടി ബ്ലാക്ക് തന്നെ ആയിരിക്കാം. മേ ബി നമ്മുടെ പെപ്പയുടെ പേരൻസിൻ്റെ ജനറ്റിക് കോമ്പിനേഷൻ ഇതായിരിക്കാം. അങ്ങനെ 2 പേരുടെ അടുത്തു നിന്നും സ്മോൾ എച്ച് ജീൻസ് വീതം കിട്ടി പെപ്പയുടെ ഹെയർ റെഡായി. മേ ബി പെപ്പയുടെ സിബ്ലിങ്സ് ആയിട്ടുള്ള ജൂലിയറ്റയ്ക്കും ബ്രൂണോയ്ക്കും ഈ കോമ്പിനേഷനോ ആയിരിക്കാം കിട്ടിയത്. അങ്ങനെ അവരുടെ ഹെയർ ബ്ലാക്കായി.